ഷാർജയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം ശ്വാസമുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ എംബാം ചെയ്തപ്പോഴുണ്ടായതാണെന്നും ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചു. വിഭഞ്ചികയുടെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് കേരളപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഷാർജയിലെ ഫ്ളാറ്റിലാണ് വിഭഞ്ചികയെയും കുഞ്ഞിനെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് നിതീഷ് സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. കുഞ്ഞിന്റെ മൃതദേഹം വിദേശത്താണ് സംസ്കരിച്ചത്. ചൊവ്വാഴ്ച രാത്രി തിരുവനന്തപുരത്തെത്തിച്ച വിഭഞ്ചികയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. ശ്വാസം മുട്ടിയാണ് മരണം. ഇൻക്വസ്റ്റിൽ ശരീരത്തിൽ ചില പാടുകൾ കണ്ടിരുന്നു. ഇത് എംബാം ചെയ്തപ്പോൾ ശരീരത്തിൽ കുത്തിവയ്പ് നടത്തിയതാണെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ആത്മഹത്യാ പ്രേരണയ്ക്കും സ്ത്രീധന പീഡനത്തിനും കുണ്ടറ പോലീസ് നിതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി. ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഷാർജ പോലീസിന്റെ അന്വേഷണത്തെക്കാൾ കേരള പോലീസ് നടത്തുന്ന അന്വേഷണത്തിലാണ് കുടുംബത്തിന് കൂടുതൽ വിശ്വാസമെന്ന് സഹോദരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.